പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏറ്റവും വലിയവൻ. ഈ കഥ കേൾക്കൂ. ആരവിടെ? കാട്ടിലെ ഏറ്റവും വലിയ ജീവി വരുമ്പോൾ വഴി മാറിക്കൂടെ? ഹൂങ്കൻ കൊമ്പനാന അഹങ്കാരത്തോടെ പറഞ്ഞു. ഞാനാണു കാട്ടിലെ വലിയ കൊമ്പൻ, ലോകത്തിലേറ്റം വലിയ ജീവി, കല്ലും മരങ്ങളും വന്മലയും തള്ളി മറിക്കാൻ കരുത്തുള്ളവൻ. ഹഹാ, കൊള്ളാം, തള്ളിമറിക്കാൻ കരുത്തുണ്ടെന്നും മനസ്സിലായി. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ജിറാഫുകൾ ഉള്ളപ്പോൾ ആനകളൊക്കെ എത്ര നിസ്സാരന്മാർ. ജിഫ്രാൻ ജിറാഫ് കൊമ്പനെ കളിയാക്കി. ആഹാ, അത്രയ്ക്കായോ? ഈ വലിയ മരത്തിൻ തുമ്പിലുള്ള പഴം പറിച്ചു തിന്നാൻ നിനക്ക് പറ്റുമോ? കൊമ്പൻ വെല്ലുവിളിച്ചു. അവിടെയുള്ള വലിയ മരത്തിൻ്റെ തുഞ്ചത്തുള്ള പഴം ജിഫ്രാൻ കഴുത്തു നീട്ടി നിഷ്പ്രയാസം പറിച്ചെടുത്തു തിന്നു. തൊട്ടടുത്ത് അതിലും വലിയൊരു മരമുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കിടന്ന പഴം കൊമ്പൻ രണ്ട് കാലിൽ ഉയർന്നു നിന്ന് തുമ്പിക്കൈയാൽ വലിച്ചെടുത്തു തിന്നു. എന്നിട്ട് അലറി, ആഹാ, ഞാൻ ജയിച്ചേ! ജിറാഫിനേക്കാൾ വലിയ ജീവി ഞാനാണേ! അപ്പോൾ അതിനപ്പുറത്തെ അതിലും വലിയ മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ശാഖയിലെത്തി കുഞ്ഞണ്ണാൻ പഴക്കുല പറിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടന്മാരെ, ഇതാണ് കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മരം. ഇതിനു മുകളിലുള്ള പഴം പറിച്ചെടുക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഇത്തിരി കുഞ്ഞനായ ഞാൻ വേണ്ടി വന്നു അതിന്. അപ്പോൾ ഞാനല്ലേ ഈ കാട്ടിലെ ഏറ്റവും വലിയ ജീവി? ഇതാ പഴങ്ങൾ, എല്ലാവരും തിന്നോളൂ എന്നു പറഞ്ഞ് അണ്ണാൻ ആ പഴങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു. അതുകേട്ട് തർക്കത്തിന് വരാൻ തുടങ്ങിയ വമ്പന്മാരെ കളിയാക്കിക്കൊണ്ട് അണ്ണാന്മാരും കുരങ്ങന്മാരും കൂവിയാർത്തു. ഉയരവും തലയെടുപ്പും മാത്രമല്ല വലിപ്പം, നന്മ കൂടിയാണ് വലിപ്പം. നിങ്ങൾ ഉയരത്തിൽ നിന്ന് പറിച്ചെടുത്ത പഴം സ്വന്തം വയറ്റിലാക്കിയപ്പോൾ ഈ കുഞ്ഞൻ അതെല്ലാവർക്കും പങ്കുവച്ചു കൊടുത്തു. നിങ്ങളെക്കാൾ ഉയരത്തിൽ നിന്ന് പഴം പറിച്ചെടുക്കാനും അവന് കഴിഞ്ഞു. അപ്പോൾ അവനല്ലേ ഏറ്റവും വലിയവൻ? അത് കേട്ട് കേമന്മാർ തല താഴ്ത്തി നടന്നു നീങ്ങി.